നമസ്തേ. ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകം എന്ന പ്രാർത്ഥനാഗീതം സർവമത പ്രാർത്ഥനയാണെന്ന് പുകഴ്ത്തിക്കൊണ്ട് ചില ആളുകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ഹിന്ദുമതമല്ലാത്ത വേറെ ഏതെങ്കിലും മതം ഇതിനെ തങ്ങളുടെ പ്രാർത്ഥനാഗീതമായിട്ട് അംഗീകരിച്ചിട്ടുള്ളതായിട്ട് അറിവില്ല. ആരും സ്വീകരിക്കുകയില്ല. കാരണം അവരുടെ ദൈവസങ്കല്പം എന്ന് പറയുന്നത് ഈ ദൈവദശകത്തിലെ ദൈവസങ്കല്പവുമായിട്ട് യാതൊരു ബന്ധവുമുള്ളതല്ല. ഹിന്ദുമത ഗ്രന്ഥങ്ങളുമായിട്ട് ഹിന്ദുമതത്തിലെ ദൈവസങ്കല്പവുമായിട്ടാണ് അതേ സങ്കല്പം തന്നെയാണ് ദൈവദശകത്തിൽ ശ്രീനാരായണ ഗുരു അവതരിപ്പിച്ചിട്ടുള്ളത്. ഹിന്ദുമത തത്വം അനുസരിച്ച് ആത്മാവാണ് ഈശ്വരൻ. ആത്മാവ് എന്താണ്? സച്ചിദാനന്ദം. സത്ത് ചിത്ത് ആനന്ദം. സത്ത് ചിത്ത് ആനന്ദം. ഇവ മൂന്ന് തത്വങ്ങളോട് ചേർന്ന് ഒന്നായി തീർന്ന ഒരു സ്വരൂപമാണ് സച്ചിദാനന്ദം. അതാണ് ആത്മാവ്. ഇതാണ്. അല്ലാതെ ആത്മാവെന്ന് ഈ യുക്തിവാദികൾ പറയുന്ന പോലെ എവിടെയോ ഇങ്ങനെ കേന്ദ്രത്തിലിരുന്ന് പിന്നെ ഒരാൾ മരിക്കുമ്പം അവിടെ നിന്ന് പുറപ്പെട്ട് വേറെ ഏതെങ്കിലും യോനിയിൽ പോയി പുതിയൊരു രൂപത്തിൽ വരുന്നു. ഇതൊന്നുമല്ല. അങ്ങനെയൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. എവിടെയും പറഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന ആത്മീയ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് ഉപനിഷത്തുകളാണ്. അവയിൽ തന്നെ ഏറ്റവും പ്രാമുഖ്യം അർഹിക്കുന്ന 10 ഉപനിഷത്തുകളുണ്ട്. അതിൻ്റെ കൂടെ അതുല്യ പ്രാധാന്യമുള്ള വേറൊരു ശ്വേത അശ്വതര ഉപനിഷത്ത് എന്ന് പറഞ്ഞ മറ്റൊരു ഉപനിഷത്തുകളുണ്ട്. അങ്ങനെ 11 ഉപനിഷത്തുകൾ ആണ് ഏറ്റവും ആധികാരികമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ആ ഉപനിഷത്തുകളിലെ തത്വങ്ങൾ ഗ്രഹിച്ചാൽ ഹിന്ദുമത ആത്മീയതയെക്കുറിച്ച് നമുക്ക് ഒരു ബോധമുണ്ടാകും. ഹിന്ദുമത ആത്മീയത പൂർണ്ണമായി സമഗ്രമായി ഗ്രഹിക്കാൻ ഈ 11 ഉപനിഷത്തുകൾ പഠിച്ചാൽ മതി. അതിലാണ് ആത്മാവാണ് ഈശ്വരൻ എന്ന് പല ഉപനിഷത്തുകളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. സച്ചിദാനന്ദം. സത്താണ്. ഈ ആത്മാവ് സത്താണ്, ചിത്താണ്, ആനന്ദമാണ്. ഇങ്ങനെ ഓരോന്നായിട്ട് പല ഉപനിഷത്തുകളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഈ സത്ത്? സത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല എന്നൊരവസ്ഥ ഇല്ലാത്തതെന്തോ അതാണ് സത്ത്. എന്നുമുള്ളത് ഉണ്മ. മലയാളത്തിൽ വേണമെങ്കിൽ ഉണ്മ, ഉണ്ട് എന്ന അവസ്ഥ, അത് ഒരിക്കലും നശിക്കുന്നില്ല. അതാണ് സത്ത്. ഗീത അതിനെ കൃത്യമായിട്ട് നിർവചിക്കുന്നുണ്ട്. ന അസതോ വിദ്യതേ ഭാവോ ന അഭാവോ വിദ്യതേ സതഃ. ഇത് അതായത് 2:16 ഈ ശ്ലോകം കൊടുത്തിരിക്കുന്നത്. സത്തിന് അഭാവം എന്നൊരു പരിപാടിയേ ഇല്ല. അസത്തിനായിട്ട് പാവം അത് ഒരിക്കലും നിലനിൽക്കത്തതുമില്ല. ഇതാണ് അതിനകത്ത് പറയുന്നത്. ഇതാണ് സത്ത്. സച്ചിദാനന്ദത്തിലെ സത്ത് ഇതാണ്. ചിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധമാണ്, ശുദ്ധമായ ബോധം, അറിയാനും അറിയിക്കാനുമുള്ള ശക്തി. അതാണ് ചിത്ത്. അപ്പോൾ സത്ത് ചിത്തായി. ഇനി ആനന്ദം. ആനന്ദം എന്ന് പറഞ്ഞാൽ വസ്തു നിബദ്ധമല്ലാത്ത ആനന്ദം. വസ്തു ഒന്നും വേണ്ട, ഉള്ളിൽ തന്നെയുള്ള ഒരു ആനന്ദം. അതാണ് ഈ സച്ചിദാനന്ദത്തിലെ ആനന്ദം, സുഖം. ഇനി ഇത് ഓരോന്നും എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്നത്? സത്ത് എന്ന് പറയുന്നത് നിലനിൽക്കാനുള്ള അഭിനിവേശമായിട്ടാണ് ഓരോ ജീവിയിലും പ്രവർത്തിക്കുന്നത്. ചിത്ത് അറിയാനും അറിയിക്കാനുമുള്ള പ്രവണതയാണ്. ആനന്ദം സുഖം തേടാനുള്ള ആഗ്രഹം. ഈ 3 കാര്യങ്ങളാണ് ലോകത്തുള്ള എല്ലാ ചലനങ്ങളിലും അന്തർഭവിച്ചിട്ടുള്ളത്. ഇതിലേതെങ്കിലും ഒന്നിൽ കൂടുതൽ 1, 2, 3 ചേർന്നോ ആണ് ലോകത്തിലെ എല്ലാ ചലനങ്ങളും ഉണ്ടാക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ സത്യം അറിയാവുന്നവർക്ക് അങ്ങനൊരു ശക്തി ഉണ്ട്, അങ്ങനൊരു ശക്തി എല്ലാവരിലും അടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വലിയ പ്രയാസമില്ല. നിങ്ങൾ ആർക്കും യുക്തിപൂർവ്വം ആലോചിച്ച് നോക്കിയാൽ കാണാവുന്ന ഒരു സത്യമാണിത്. ഈ 3 കാര്യങ്ങളാൽ പ്രചോദിതമായിട്ടാണ് നാം എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. പ്രവർത്തനങ്ങളുടെ സ്വഭാവം ഓരോ വ്യക്തിയും നേടുന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പം നിലനിൽക്കണമെന്നുള്ളവൻ അതായത് പണം ഉണ്ടാക്കണമെന്നുള്ളവൻ ചിലപ്പോൾ മോഷ്ടിക്കും. അത് അയാളുടെ അറിവിൻ്റെ നിലവാരം അനുസരിച്ച് അയാൾ ചെയ്യുന്നതാണ്. ചിലർ അഴിമതി കാണിക്കും. ഇതൊക്കെ മണ്ടത്തരമാണെന്നുള്ളത് ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ്. അത് ബോധ്യമാകത്തിടത്തോളം കാലം ഇയാൾ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അത് സച്ചിദാനന്ദമാണ് ഈശ്വരൻ.
ഇനി ഈ സച്ചിദാനന്ദത്തിൻ്റെ ഈ സത്ത് എന്ന് പറയുന്നത്, അതായത് ഉണ്ട് എന്നൊരവസ്ഥ, ഇതൊരു ഭൗതികമായിട്ടുള്ള ഉണ്മയല്ല, ഭൗതിക അതീതമാണിത്. ഭൗതികമായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസിന് അപ്പുറമായിട്ടുള്ളത്, പ്രപഞ്ചം അവസാനിക്കുന്ന ഒരു നിമിഷത്തെക്കുറിച്ച് ആലോചിക്കുക. പ്രപഞ്ചം അവസാനിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടെ അവശേഷിക്കുക? പ്രപഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ അനുഭവിക്കുന്ന ഈ പ്രപഞ്ചം, അത് പഞ്ചഭൂതങ്ങളിൽ നിർമ്മിതമാണ്, അല്ലെങ്കിൽ ഭൗതിക ഊർജത്താൽ നിർമ്മിതമാണ്. ഭൗതിക ഊർജം അവസാനിക്കും, പൂജ്യമാണ് അതിൻ്റെ ആകെ അളവ് എന്നും. അതിങ്ങനെ വ്യത്യസ്തമായിട്ട് ദ്വന്ദ്വാത്മകമായിട്ട് നിലനിൽക്കുകയാണ്. ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ്, അപ്പോഴത് തുല്യമായിട്ട് പൂജ്യം തന്നെയാണ് അളവെങ്കിലും അത് ഒരു വ്യത്യസ്ത ഒരു ഐഡൻറ്റിറ്റിയോടുകൂടി, ഒരു രൂപത്തോടുകൂടി പ്രത്യക്ഷപ്പെടുന്നു. അതാണ് ഭൗതികമായിട്ടുള്ള ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. ഇതെന്നെങ്കിലും ഈ നെഗറ്റീവും പോസിറ്റീവും ചേർന്ന് പൂജ്യമായാൽ അവിടെ പ്രപഞ്ചം അവസാനിക്കും. പൂജ്യം അവസ്ഥയിലെ എന്താണ്? ഒന്നുമില്ലായ്മയാണോ അത്? അല്ല, ഇതെല്ലാം അതിൽ ഉള്ളടങ്ങിയിരിക്കുന്നു. ഇതെല്ലാം ഉള്ളടങ്ങിയ ഒരു അവസ്ഥയാണ്. അവിടെ എന്താണുള്ളത്? അവിടെയാണ് ഈ സത്ത് എന്ന ആത്മാവ് ഉള്ളത്. ആത്മാവാണ് എന്നും ഉള്ളത്. ആദിയിലുമുണ്ട്, അവസാനവുമുണ്ട്. നടുക്ക് വരുന്ന കാലത്ത് ഇതിനെല്ലാം നിലനിർത്തിക്കൊണ്ടും ആത്മാവ് സ്ഥിതി ചെയ്യുന്നു. അപ്പം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ എല്ലാ ആളുകളെയും ഈ 3 തത്വങ്ങൾ കൊണ്ട് പ്രചോദിപ്പിക്കണമെങ്കിൽ, ഈ 3 ഊർജം അവർക്ക് സദാ നൽകിക്കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ആത്മാവ് എല്ലാ ജീവികളിലും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. ഇനി ജീവനില്ലാത്തവയിലും ഇത് പ്രവർത്തിക്കുന്നു. അറിയാനും അറിയിക്കാനും ഒന്നും അതിന് പറ്റത്തില്ലെന്നുള്ളതേ ഉള്ളൂ. സത്ത് അറിയിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളെ, സവിശേഷതകളെ പ്രകടിപ്പിക്കുക എന്നുള്ളത് മാത്രമേ പറ്റൂ. അറിയാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ആനന്ദമില്ല. സത്ത് അതിലെല്ലാത്തിലും അടങ്ങിയിട്ടുണ്ട്. കാരണം അത് നിലനിൽക്കുന്നതാണ്. നിലനിൽക്കാനുള്ള ഒരു സ്വഭാവം അതിനും ഉണ്ട്, നൈസർഗികമായിട്ട് ഉള്ളതാണ്. അപ്പം എല്ലാ വസ്തുക്കളിലും, ജീവനുള്ളവയാണെങ്കിലും ജീവനില്ലാത്തവയാണെങ്കിലും, അതിലെല്ലാം ആത്മാവ് അടങ്ങിയിരിക്കുന്നു. ഉള്ളിൽ ആ ഒരു പ്രചോദക ശക്തിയായി, എനർജിയായി അതാണ് വർത്തിക്കുന്നത്. ഇതാണ് നമ്മൾ പ്രാഥമികമായിട്ട് പഠിക്കേണ്ട കാര്യം. അപ്പോൾ സച്ചിദാനന്ദ സ്വരൂപമാണ് ആത്മാവ്. ആ സ്വരൂപത്തിൽ നിന്നുണ്ടായതാണ് ഈ പ്രപഞ്ചം മുഴുവൻ. പ്രപഞ്ചം മുഴുവൻ ഈ സച്ചിദാനന്ദ സ്വരൂപം വ്യാപ്തമായി നിൽക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ഭൗതിക പ്രകടിത രൂപമാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. സച്ചിദാനന്ദ ആത്മാവിൻ്റെ തന്നെ അതൊരു ഭൗതിക ഒരു പുതപ്പിട്ട് വരുമ്പോഴാണ് അത് ബ്രഹ്മമാകുന്നത്. എന്നുവെച്ചാൽ ബ്രഹ്മത്തിൽ 2 കാര്യങ്ങൾ. ഒന്ന് നശ്വരമായിട്ടുള്ളത്, അത് ഭൗതികം നശ്വരമായിട്ടുള്ള അവസ്ഥയാണ്. അനശ്വരമായിട്ടുള്ളതാണ് ആത്മശക്തി, സച്ചിദാനന്ദം. അപ്പം ബ്രഹ്മത്തിൻ്റെ പേരാണ് സത്യം, ജ്ഞാനം, ആനന്ദം. അനന്തം എന്ന് പറഞ്ഞാൽ ആനന്ദം തന്നെ. സച്ചിദാനന്ദം എന്ന ആത്മരൂപം അത് ഭൗതികതയുടെ ആർജിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭൗതിക ശക്തിയെ ഉദ്ദീപിപ്പിക്കുമ്പോൾ അത് ബ്രഹ്മമായിട്ട് മാറുന്നു. ബ്രഹ്മം സത്യം, ജ്ഞാനം, ആനന്ദം ആകുന്നു. ഇതാണ് ഈ സത്യം, ജ്ഞാനം, ആനന്ദമാണ് ഈശ്വരനായിട്ട് ഗുരു അവതരിപ്പിക്കുന്നത്. ആത്മാവാണ് ഈശ്വരൻ എന്ന് നമ്മുടെ ഉപനിഷത്തുകൾ പറയുന്നു. ഗീതയിലും അത് തന്നെ പറയുന്നു. അധ്യാത്മരാമായണത്തിലും അത് തന്നെ പറയുന്നു. കൃഷ്ണൻ്റെ ആത്മാവാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അധ്യാത്മരാമായണത്തിൽ രാമനെക്കുറിച്ച് ആദ്യം മുതൽ ഇത് ആത്മാവാണ്, പരമാത്മാവാണെന്ന് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം. അതായത് ആത്മാവാണ് എല്ലാത്തിൻ്റെയും ഉറവിടം, ആത്മാവാണ് ഈശ്വരൻ, ആത്മാവ് സർവസ്ഥലങ്ങളിലും വ്യാപിച്ചു നിൽക്കുന്നു. അന്നമാകട്ടെ ബ്രഹ്മമാകട്ടെ എല്ലാം ഉണ്ടായിട്ടുള്ളത് ആത്മാവിൽ നിന്നാണ്. എല്ലാ ദേവന്മാരും ഉണ്ടായിട്ടുള്ളത് ആത്മാവിൽ നിന്നാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഭൗതിക അവസ്ഥ പൂജ്യമായിരിക്കുമ്പോൾ തന്നെ ആത്മാവുണ്ട്. എന്നുമുള്ളത് ആത്മാവ് തന്നെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഒരു ദൈവദശകത്തിലെ പദ്യങ്ങൾ നോക്കാം. ആദ്യ പദ്യത്തിൽ പറയുന്നത് എന്താണ്? ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് കൈവിടാതിങ്ങ് ഞങ്ങളെ.
നാവികൻ നീ പവാബ്ദിക്ക് ഒരു ആവി വൻതോണി നിൻപദം. ഇത് അതായത് എല്ലാത്തിനെയും നയിക്കുന്നത് ഭവാനാണ്, ഈശ്വരനാണ്. ആ ഈശ്വരനാണ് നമ്മളെ ഈ സംസാരത്തിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈശ്വരനെ ആശ്രയിക്കുകയാണ്. അതാണ് ആദ്യത്തെ പദ്യം. ഇത് തന്നെയാണ് ഗീതയിലും. ഇത് നേരത്തെ ഞാൻ പറഞ്ഞു, ഈശ്വരൻ എന്ന് പറയുന്നത് ആത്മാവാണ്. ഇവിടെ ഗുരു ആത്മാവിനെ ബ്രഹ്മത്തെയാണ് എഴുതിക്കും. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ആത്മാവ് തന്നെ, അതും മനസ്സിലാക്കണം. ഇനി ഇത് തന്നെ ഒരു 12:6, 12:7, 12:8 എന്നീ ശ്ലോകങ്ങളിൽ ഗീത അവതരിപ്പിക്കുന്നത് ഇതാണ്. ഈശ്വരനെ എല്ലാം മറന്ന് ഈശ്വരനെ ആരാധിക്കുന്നവന് അവന് ഈ സംസാര സാഗരത്തിൽ നിന്ന് രക്ഷിക്കും ഈശ്വരൻ. അതാണ് അതിനകത്ത് പറയുന്നത്. അടുത്ത പദ്യം നോക്കാം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. ഒന്നൊന്നായി എണ്ണി എന്ന് വെച്ചാൽ നമ്മൾ ഈശ്വരനെ കാണാൻ പോവുകയാണെങ്കിൽ ഭൗതിക വസ്തുക്കളൊന്നുമല്ല, എണ്ണി തീർക്കാവുന്ന വസ്തുക്കളൊന്നുമല്ല ഈശ്വരൻ. ഭൗതികമാണ്, ഭൗതിക അതീതമാണ്. ഇതാണ് ഇതിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. അത് അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. അപ്പോൾ ഒരേ ഒരു ഈശ്വരനേ ഉള്ളൂ. ആ ഈശ്വരനാണ് നമ്മളെ നയിക്കുന്നത്. ഇതാണ് അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, അകമേ ഇരുന്ന് നയിക്കുന്ന ആൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾക്കുള്ള ഊർജം നൽകുന്ന ആൾ ആത്മാവാണ്. ആ ആത്മാവാണ് ഞങ്ങളുടെ ഈശ്വരൻ. ഓരോ ഏകമായ ആത്മാവാണ്. അത് ഏകം. ശ്വേതാശ്വതര ഉപനിഷത്ത് 6:11 പറയുന്നു. മറ്റ് പല സ്ഥലം പറയുന്നു. ഏകോ ദേവക സർവഭൂതേഷു ഗൂഢ സർവവ്യാപി സർവഭൂതാന്തരം, അങ്ങനെ അങ്ങോട്ട് പറയുന്നുണ്ട്. അതായത് ഈശ്വരൻ ഒന്നേ ഉള്ളൂ, എല്ലാ ഭൂതങ്ങളിലും ഗൂഢമായിട്ട് വർത്തിക്കുന്നവനാണ്. ഇതാണ് അതിനകത്ത് പറയുന്ന കാര്യം. ഈ ഈശ്വരനിൽ നിന്ന് തന്നെയാണ് അന്നവും പ്രാണനും മനസ്സും ലോകങ്ങളും എല്ലാം ഉണ്ടായിട്ടുള്ളത്. ഇതാണ് അടുത്ത മുണ്ടക ഉപനിഷത്തിൽ 1:1-8 1:1-9 ഒക്കെ പറയുന്നത്. അപ്പോൾ ഇത് ശ്രീനാരായണ ഗുരു എടുത്തിട്ടുള്ളത് ഉപനിഷത്തുകളിൽ നിന്നാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ നാലാമത്തെ, ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്ന് ഉള്ളിലാകണം. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങൾ. അതായത് അങ്ങാണ് ആഴം. ഏറ്റവും ആന്തരികമായിട്ട് സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്നാണ്. ഞങ്ങളാണെങ്കിലോ അതിൻ്റെ മുകൾ പരപ്പിൽ അങ്ങയുടെ മായ ഉണ്ടാക്കുന്ന അങ്ങയുടെ മഹിമ എന്ന് പറഞ്ഞാൽ പലതായി പ്രകടമാകാനുള്ള ശക്തി, ആ ശക്തി ഉണ്ടാക്കുന്ന തിരയാകുന്ന മായയുടെ ഒരു ഭാഗമാണ് ഞങ്ങളും. ആഴി അതാണ് തിരകളുണ്ടാക്കുന്ന, അതാണ് ഈ സംസാരം. ആ സംസാരത്തിലെ അംഗങ്ങളാണ് ഞങ്ങൾ. അത് ഞങ്ങൾക്ക് ബോധ്യമാണ്. ഞങ്ങൾ ഈശ്വരനെ അറിയാനുള്ള ശ്രമമാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് മനസ്സിലാകണം. അപ്പോൾ ഇത് ഗീതയിൽ തന്നെ 7-ാം അധ്യായത്തിൽ 12-13 ശ്ലോകങ്ങൾ, 12-13-14 ശ്ലോകങ്ങളിൽ ഇതെല്ലാം പറയുന്നുണ്ട്. മായാൽ ആവൃതമാണ്. അതുകൊണ്ട് ഈശ്വരനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റത്തില്ല. ഏറ്റവും ആന്തരികമായിട്ട് സ്ഥിതി ചെയ്യുന്നു. ബൃഹദാരണ്യക ഉപനിഷത്തിൽ 1:4-1 തന്നെ 1:4-7 പറയുന്നുണ്ട്. 1:4-7 പറയുന്നു, ഒരു കത്തി അതിൻ്റെ ഉറയിൽ അങ്ങ് പിടി വരെ കയറ്റി വെച്ചിരുന്നാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ഈശ്വരൻ നിലനിൽക്കുന്നതിന് കാണാൻ പറ്റത്തില്ല. ഈശ്വരൻ പഞ്ചേന്ദ്രിയങ്ങളാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നല്ലെന്ന് ഉപനിഷത്തുകൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. നീയല്ലോ അഞ്ചാമത്, നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. അതായത് ഈശ്വരൻ എന്ന് പറയുന്ന ആത്മാവ്, ആദിയിൽ ആത്മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴെന്താ പറ്റുന്ന ഊർജം എന്ന് പറയുന്നത് ഭൗതിക ഊർജം, ഭൗതിക പ്രപഞ്ചത്തിൻ്റെ നിർമ്മാണ ഘടകമായ ഭൗതിക ഊർജം അന്ന് പൂജ്യമായിരുന്നു. ഈ ആത്മാവ് മാത്രമുള്ളപ്പം ആത്മാവിൽ നിന്ന് വേണമല്ലോ, ആത്മാവിൽ അന്തർഭവിച്ചിരുന്ന ആ പൂജ്യം ഊർജത്തെ
ആത്മാവ് തന്നെ ഉണർത്തി നിർത്തി തൻ്റെ പലതായി പ്രകടമാകാനുള്ള തൻ്റെ ശക്തിയായ മായയെ ഉപയോഗിച്ച് സൃഷ്ടി നടത്തി. ഇത് തന്നെയാണ് ഗീതയിലും ഒക്കെ പറയുന്നത്. എന്താണ് മുണ്ടകത്തിലും മുണ്ടകം 1:1-6 പറയുന്നുണ്ട്. ഗീതയിൽ 9:8, 9:10 എന്നീ ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. പ്രകൃതിയും സ്വാം അവഷ്ടപ്യ വിസൃജാമി പുനഃ എന്ന് പറയുന്നുണ്ട്. മയ അധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം. ഇത് 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 സ്ഥിരമായിട്ടുള്ള ഒരു സങ്കല്പമാണ്. അപ്പം ഞാൻ മാത്രമല്ല, അപ്പം പിന്നെ എന്നിൽ നിന്നല്ലാതെ വരാൻ പറ്റത്തില്ലല്ലോ. എന്നിൽ നിന്ന് അല്ലാതെ വരാൻ പറ്റത്തില്ല. 1:4 ബൃഹദാരണ്യ ഉപനിഷത്ത് പറയുന്നുണ്ട്, ആദിയിൽ പുരുഷൻ എന്ന് പറഞ്ഞാൽ ആത്മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്ത് ആത്മാവ് പുതിയ സൃഷ്ടികളും പല രൂപങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോഴത് വളർന്ന് രണ്ടായിട്ട് മാറി ദ്വന്ദ്വാത്മകമാകുന്നു. 2 ഇരട്ടകളെ സൃഷ്ടിക്കുന്നു. അങ്ങനെ ദ്വന്ദ്മായിട്ടാണ് ഈ പ്രപഞ്ച സൃഷ്ടി നടത്തിയിരിക്കുന്നതെന്നാണ് അവിടെ ധ്വനിപ്പിക്കുന്നത്. അത് ഓരോ ആറ്റത്തിലും ആ ദ്വന്ദ്വത്വം നമുക്ക് കാണാം. നെഗറ്റീവും പോസിറ്റീവും ഊർജം തുല്യ അളവിലുള്ള നെഗറ്റീവും പോസിറ്റീവും ഊർജ്ജമാണ് ആറ്റത്തിൽ അടങ്ങിയിരിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ഘടകമായ ആറ്റത്തിൽ അങ്ങനെയാണ് അടങ്ങിയത്. അപ്പോൾ തുല്യ അളവിലുള്ള ദ്വന്ദ്വമായിട്ടാണ് നിലനിൽക്കുന്നത്. ദ്വന്ദ്വമല്ലെങ്കിൽ ഇത് വ്യത്യസ്ത വിപരീതങ്ങളില്ലെങ്കിൽ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ഒന്നിനെയും അനുഭവിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ നമുക്ക് ചൂട് എന്ന് പറയുന്നത് തണുപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ ചൂടിനെ തിരിച്ചറിയുന്നത്, അല്ല കുന്നുള്ളത് കൊണ്ടാണ് കുഴി തിരിച്ചറിയുന്നത്. ഇത് ഒന്നുമില്ലെങ്കിൽ സമാവസ്ഥയായിരിക്കും, ഒന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇരുളില്ലെങ്കിൽ വെളിച്ചം നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല, സുഖമില്ലെങ്കിൽ ദുഃഖമില്ല. അപ്പം ഇത് പ്രപഞ്ചത്തിൻ്റെ ഒരു അനിവാര്യതയാണ് ഈ ദ്വന്ദ്വാത്മകത. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ ദ്വന്ദ്വാത്മകതയെ സൃഷ്ടിച്ചത് ആത്മാവ് തന്നെയാണ്. പൂജ്യത്തെ ഇങ്ങനെ തുല്യ അളവുകളിലുള്ള ഊർജം മാറ്റി വിപരീത ചാർജുകൾ കൊടുത്ത് സദാ വേർപിരിച്ച് നിർത്തുന്നു. അതിനും ഈ ഊർജം ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ സൃഷ്ടിയായതും സൃഷ്ടാവായതും സൃഷ്ടിജാലമായതും ഇതിലെല്ലാം ആത്മാവ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിലും ഈശ്വരനുണ്ട്. അതാണ് ഇതിനകത്ത്. അതുപോലെ മായ ഈശ്വരൻ്റെ ശക്തിയാണെന്ന് ഞാൻ പറഞ്ഞു. അത് പലതായി പ്രകടമാകാനുള്ള ശക്തിയാണെന്ന് ഞാൻ പറഞ്ഞു. അത് ശ്വേതാശ്വതര ഉപനിഷത്തിൽ 4:10 പറയുന്നുണ്ട്. ഈ മായ തന്നെ മായാം തു പ്രകൃതിം വിദ്യാത് മായിനം ച മഹേശ്വരം. മഹേശ്വരനായ ആത്മാവാണ് മായാവി. ആ ഐഡിയയാണ് ഇവിടെയും അദ്ദേഹം ഗുരു കൊണ്ടുവരുന്നത്. ഈ മായയെ നീക്കി സായുജ്യം നൽകുന്ന ആര്യനും ഈശ്വരൻ ആത്മാവാണ്, ഈശ്വരനാണ്. അത് ഗീതയിൽ 7, 13, 14 ശ്ലോകങ്ങളിൽ അതാണ് പറയുന്നത്. ഈ മായ എന്ന് പറയുന്നത്, എന്നെ മൂടിയിരിക്കുന്ന മായ എന്ന് പറയുന്നത് വളരെ മാറ്റാൻ വലിയ ബുദ്ധിമുട്ടുള്ളതാണ്. അത് ദൈവികമായിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ മാറ്റി എന്നെ ആരാശ്രയിക്കുന്നു അയാൾക്ക് ഞാനത് മാറ്റാനുള്ള ശക്തി കൊടുക്കും. ഇതാണ് അതിനകത്ത് പറയുന്നത്. ഇനി 7, നീ സത്യം ജ്ഞാനം ആനന്ദം നീ തന്നെ വർത്തമാനം. അതായത് നീ സത്യജ്ഞാനം ആനന്ദം ആണ്. അതായത് ബ്രഹ്മമാകുന്നു നീ, അല്ലെങ്കിൽ ആത്മാവാകുന്നു നീ. ഈ ദർശനം എന്ന് പറയുന്നത് ഹിന്ദുമത ദർശനമാണ്. ഇത് മറ്റാരും അംഗീകരിക്കത്തില്ല. ഇസ്ലാം അംഗീകരിക്കത്തില്ല, ക്രിസ്ത്യൻ അംഗീകരിക്കത്തില്ല. പിന്നെ എങ്ങനെയാണിത് സർവമത പ്രാർത്ഥനയാണ്? ഈശ്വരൻ എങ്ങനെയാണെന്നുള്ളത് ഇതിനകത്ത് പറയുന്നത്. ഇത് ഉപനിഷത്ത് തത്വങ്ങളോ ഗീതാ തത്വങ്ങളോ ഒന്നും അറിഞ്ഞുകൂടാത്തവരാണ് പറയുന്നത്. അവർ കണ്ടിട്ടില്ല. അവർ വിചാരിച്ചിരിക്കുന്നത് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണനെയും രാമനെയും പിന്നെ ഗണേശനെയും അതുപോലെ തന്നെ കാർത്തികേയനെയൊക്കെ ആരാധിച്ച് ശിവനെയും വിഷ്ണുവിനെയൊക്കെ ആരാധിക്കുന്ന അതൊക്കെയാണ് അവർ ബഹുദൈവ വിശ്വാസികളാണ് എന്നൊക്കെയാണ് പലരും ഈ ഹിന്ദുമതത്തെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഹിന്ദുമതം അങ്ങനെയല്ല. ഈ ലോകത്താദ്യമായിട്ട് ഏക ദൈവമേ ഉള്ളൂ എന്ന് പറഞ്ഞ മതം ഹിന്ദുമതമാണ്. അത് ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണ് ഈ ദശോപനിഷത്ത് അല്ലെങ്കിൽ ഏകാദശോപനിഷത്തുകളിൽ പറഞ്ഞിട്ടുള്ളത്, ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്. അത് മനസ്സിലാക്കാതെ, അത് വായിച്ച് പഠിക്കാതെ, ഈ പുറമേ ഇപ്പം കണ്ടുവരുന്ന ചില പ്രാക്ടീസുകൾ ആചാരങ്ങളനുസരിച്ച് കൃഷ്ണനും രാമനും ശിവനും വിഷ്ണുവും ഒക്കെയാണെന്ന് പറഞ്ഞ് നടക്കുകയാണ് ആൾക്കാർ. അവർക്ക് അറിവില്ലെന്നേ ഞാൻ പറയുന്നുള്ളൂ. അറിവില്ലാത്തതുകൊണ്ടാണ് അവരിങ്ങനെ ദുഷ്പ്രചാരണം നടത്തുന്നതും ഈ തെറ്റായ കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുന്നതും. ഇനി ആത്മാവിൻ്റെ സൃഷ്ടികളാണ്, ആത്മാവിൽ നിന്നുണ്ടായതാണ് കൃഷ്ണനും രാമനും
ഇത് വിഷ്ണുവും ശിവനും എല്ലാം എല്ലാ ദേവന്മാരും ആത്മാവിൽ നിന്നുണ്ടായതാണെന്നാണ് ഉപനിഷത്തുകൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ആത്മാംശം കൂടുതൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭൗതിക പ്രതിഭാസത്തിൻ്റെ പ്രതീകമായിട്ട് ഒരു ആത്മാവ് അംശത്തെ അവതരിപ്പിക്കുക, അവരെയാണ് ദേവന്മാരെന്ന് പറയുന്നത്. അങ്ങനെയാണ് കൃഷ്ണനും രാമനും ഇത് ഗണേശനുമൊക്കെ ദൈവങ്ങളാകുന്നത്, ഷൺമുഖനുമൊക്കെ ദൈവങ്ങളാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ അവരെ ആരാധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആരാധിക്കുന്നത് അവരുടെ ഉള്ളിൽ കേന്ദ്രീകൃതമായി നിൽക്കുന്ന ആത്മശക്തിയെ തന്നെയാണ്. നമ്മളിലുമുണ്ട് ഈശ്വരൻ, നമ്മളിലും അടങ്ങിയിരിക്കുന്നത്. നമുക്ക് നമ്മളെ തന്നെ ഉള്ളിലേക്ക് നോക്കി ആരാധിച്ചാൽ മതി ഈശ്വര ആരാധനയ്ക്ക്. അല്ലാതെ വേറൊരു അമ്പലത്തിൽ പോയി ഈശ്വരനെ ആരാധിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് തൽക്കാലം നമുക്കിപ്പോഴും വിടാം. അത് ദൈവദശകമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവദശകത്തിലെ ഈ ദൈവസങ്കല്പമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഹിന്ദു മതതത്വത്തിന് അനുരൂപമായിട്ടാണ്. മറ്റൊരു മതവും അത് അംഗീകരിക്കത്തില്ല. ഇനി അകവും പുറവും തിങ്ങും മഹിമാവാർന്ന, അത് നേരത്തെ ഞാൻ പറഞ്ഞു, സർവ്വവ്യാപിയാണ് ഈശ്വരൻ. അപ്പോൾ ആ ഈശ്വരനെ ഞങ്ങൾ പുകഴ്ത്തുന്നു. ഇതാണ് അവസാനത്തെ പദ്യം. ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം അതായത് ഈ സാക്ഷാത്കാരം നേടണം ഞങ്ങൾക്ക്. അതാണ് ഈ പദ്യത്തിൻ്റെ അർത്ഥം. ഞങ്ങൾക്ക് ആത്മസാക്ഷാത്കാരം, ആത്മാവിൽ ലയിക്കണം. ഇതാണ് ആത്മാവിൽ ലയിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്? ഞങ്ങൾ ഈ ഭൗതികമായ എല്ലാ ബന്ധനങ്ങളും വിട്ടിട്ട് ഞങ്ങൾ സ്വതന്ത്രരാകുന്നു, ഞങ്ങൾ മോക്ഷമുള്ളവരായിത്തീരുന്നു. അതാണ് ഈ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളുടെയും മറ്റും ബന്ധനങ്ങളാണ് നമ്മളെ അസ്വസ്ഥരാക്കുന്നത്, നമുക്ക് ദുഃഖമുണ്ടാക്കുന്നത്. എല്ലാം എന്ത് സംഭവിച്ചാലും, നല്ല കാര്യങ്ങൾ സംഭവിച്ചാൽ ഉടൻ തന്നെ വലിയ ഹർഷമുണ്ടാവുകയും, ചീത്ത കാര്യങ്ങൾ സംഭവിച്ചാൽ ഉടനെ നമുക്ക് വലിയ ദുഃഖമുണ്ടാവുകയും നമ്മൾ തളർന്നു പോവുകയും ചെയ്യുന്ന ആ ചാഞ്ചാട്ടം നമുക്ക് ഒഴിവാക്കണം. ആ ചാഞ്ചാട്ടം ഒഴിവാക്കാനാണ് ഈശ്വര തത്വത്തിലേക്ക് പോകുന്നത്. ഈശ്വര തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക അതീതമായിട്ടുള്ള ഒരു തത്വമാണ്. ആ തത്വത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ബന്ധനങ്ങളിൽ നിന്ന് മുക്തരാകും. അങ്ങനെ മുക്തരാകുമ്പോഴാണ് നമ്മൾ നിത്യമായ ശാന്തിയും സമാധാനവും അനുഭവിക്കുക. അതാണ് ഈ ഋഷിമാർ നമ്മളുടെയൊക്കെ പറഞ്ഞു തരുന്നത്. ആ മുണ്ടകോപനിഷത്തിൽ 3:2-9 പറയും, ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി. ബ്രഹ്മത്തെ ശരിക്കും അറിയുന്നവൻ. അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പ്രക്രിയയാണ്. പഞ്ചസാരയ്ക്കും മധുരം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് തിന്ന് അറിഞ്ഞെങ്കിലേ അതിൻ്റെ മധുരം അറിയത്തുള്ളൂ. അപ്പോൾ അതുപോലെ ബ്രഹ്മവിത്ത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മൈവ ഭവതി, ബ്രഹ്മം തന്നെയായി ഭവിക്കും. ബ്രഹ്മവിദ് ആപ്നോതി പരം, ബ്രഹ്മവിദ് പരമമായതിനെ പ്രാപിക്കുന്നു എന്ന് അടുത്ത തൈത്തരീയ ഉപനിഷത്തിൽ 2:1 പറയും. ഇനി ഗീത തന്നെ പറയുന്നു, നീ എത്ര പാപം ചെയ്തവനായിട്ടിട്ട് അറിവ് നേടിയാൽ, അതായത് ആത്മാവിനെക്കുറിച്ചുള്ള അറിവ് നേടിയാൽ നീ എല്ലാ പാപങ്ങളെയും തരണം ചെയ്യും. ഇതൊക്കെയാണ്. ഇനി ഗീതയിൽ തന്നെ 18:49 മുതൽ 18:55 വരെയുള്ള അവസാന അധ്യായത്തിലെ കുറേ ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെ കർമ്മങ്ങളിലൂടെ, അതായത് കർമ്മയോഗത്തിലൂടെ നിനക്ക് നൈഷ്കർമ്മ്യസിദ്ധിയും അതിനെ തുടർന്നുള്ള ധ്യാനവും നിഷ്ഠകളും പാലിച്ച് ബ്രഹ്മത്തെയും പ്രാപിക്കുകയും ബ്രഹ്മത്തിൽ നിന്ന് ഈശ്വരനോടുള്ള ഭക്തി ഉണ്ടായി ഈശ്വരൻ ലയിക്കുകയും ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണമാണ് ഈ ഗീതയിൽ 18:49 മുതൽ 55 വരെയുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ അറിയണം. നമ്മൾ ഈ അജ്ഞാനികളായിട്ട് നടന്നിട്ട് ഇത് എന്തോ മതാതീത ആത്മീയതയുടെ പ്രാർത്ഥനാഗീതമാണെന്ന് പറഞ്ഞ് നടക്കരുത്. ഇതൊക്കെ മതാതീത ആത്മീയതയുടെ പ്രാർത്ഥനയാണെങ്കിൽ ഹിന്ദുമതം മതാതീത ആത്മീയതയാണ് ലോകത്തിനായി സമർപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു ദൈവമോ ആരെയും നമ്മൾ എടുത്ത് പറയുകയോ അല്ലെങ്കിൽ തള്ളിക്കളയുകയോ ചെയ്യുന്നില്ല. എല്ലാവരെയും ഉൾക്കൊള്ളുന്നു. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടായിട്ടുള്ളത് ഈ ഈശ്വരനായ ആത്മാവിൽ നിന്നാണ്. അപ്പം പിന്നെ ആരെ തള്ളിപ്പറയാനാണ്? സ്വന്തം അംശത്തെ അല്ലേ നമ്മൾ തള്ളിപ്പറയുക? ശ്രീനാരായണ ഗുരു തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഉദ്ധരിച്ചിട്ടുള്ള ഒരെണ്ണമാണ്, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവർ അല്ല അവൻ അതിൻ്റെ ആ ശ്ലോകത്തിലെ ആദ്യത്തെ 2 വരികൾ, അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരു ആത്മരൂപം,
ആത്മാവിൻ്റെ ഒരു ഭൗതിക രൂപങ്ങളാണ് ഈ ഓരോ വ്യക്തിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. ആത്മോപദേശത്തിലെ 24-ാം പദ്യമാണത്. ഈ ഈ അതുകൊണ്ട് അങ്ങനെ ആത്മാവിൻ്റെ രൂപമായതുകൊണ്ട് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവൻ ഇവരെന്നെ സുഖത്തിനായി വരയണം. ഇതാണ് ഗുരു നൽകുന്ന ഒരു വലിയ ഉപദേശമാണ്. അത് നമ്മൾ ഈ തത്വങ്ങൾ നമ്മൾ പഠിക്കണം, വെറുതെ ബ്രാൻഡ് ചെയ്യാൻ നടക്കരുത്. ഇതിന് മതാതീത ആത്മീയത എന്നും പറഞ്ഞ് കുറേ ആൾക്കാർ ഇങ്ങനെ കണ്ടുപിടിച്ച് പ്രചരിപ്പിക്കുകയാണ്. വിഡ്ഢിത്തം എന്നേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇനി ആർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ തർക്കമുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് സഭ്യമായ ഭാഷയിൽ ചോദിക്കാവുന്നതാണ്. ഇനി ഇതിനകത്ത് ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം ഇതുപോലുള്ള ഒരു കൃതി തന്നെയാണ്. എല്ലാ പദ്യങ്ങളും ഉപനിഷത്ത് തത്വങ്ങൾക്ക് അനുസൃതമായിട്ട് എഴുതപ്പെട്ടിട്ടുള്ളതാണ്. ആ ഉപനിഷത്ത് തത്വങ്ങൾ മറ്റൊരു രീതിയിൽ, ഒരു പരാവർത്തന ഭാഷയിൽ അത് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് ഞാനൊരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ആമസോൺ ബുക്സിൽ കിട്ടും. അതിൻ്റെ ലിങ്ക് പക്ഷേ അത് ഇ ബുക്കായിട്ട് കിട്ടും. പ്രിൻ്റഡ് ബുക്ക് മലയാളം അവർ പ്രിൻ്റ് ചെയ്യുന്നില്ല, ബുക്കായിട്ട് പേപ്പർ ബാക്കായിട്ട് കൊടുക്കുന്നില്ല. അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇ ബുക്കായിട്ട് അവർ തരും. ഈ ബുക്ക് കിട്ടാനുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ അടിയിൽ ഒരു കമൻ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അത് താല്പര്യമുള്ളവർ, ഈ വിഷയത്തിൽ താല്പര്യമുള്ളവർ ആ ബുക്ക് വായിച്ച് പഠിക്കുക. അതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം. നന്ദി, നമസ്കാരം. എന്നെ കേട്ടതിന് സന്തോഷം.